ബംഗാളിലെ SIR കരട് പട്ടികയിൽ ഉൾപ്പെട്ട 1.9 കോടി പേർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകും. രേഖകൾ ഹാജരാക്കാനാണ് നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നത്. 7.1 കോടി വോട്ടർമാരുടെ പേരുകളാണ് ബംഗാളിലെ കരട് വോട്ടർ പട്ടികയിലുള്ളത്. ബി ബാലഗോപാൽ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ബാലു, എങ്ങനെയാണ് ഇനി നടപടികൾ? പശ്ചിമ ബംഗാളിലെ SIRയുടെ കരട് പട്ടിക ഇന്നലെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതിൽ 7.1 കോടി ജനങ്ങളുടെ പേരായിരുന്നു ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. അതായത് ഏതാണ്ട് ഈ മുൻ പട്ടികയിൽ വെച്ച് നിന്ന് 56 ലക്ഷത്തോളം പേരുടെ പേര് നീക്കിയിരുന്നു. ഇതിന് ശേഷമാണ് 7.1 കോടി ജനങ്ങളുടെ പേര് പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ 1.9 കോടി പേർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 2002 SIR പട്ടികയുമായി SIRന് ശേഷം പരിഷ്കരിച്ച പട്ടികയുമായി നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഈ പേരുകളെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന 11 രേഖകളിലൊന്ന് ഹാജരാക്കണമെന്നാണ് ഈ നോട്ടീസിൽ ഇപ്പോൾ നിർദ്ദേശിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അവരുടെ ഈ തിരിച്ചറിയൽ ഉൾപ്പെടെ തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്നാണ് ഇതുകൂടി പരിശോധിച്ചതിന് ശേഷം ഈ 1.9 കോടി പേരുടെ ആൾക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഈ 56 ലക്ഷത്തോളം പേരുടെ പേര് നീക്കിയിരുന്നു. അവരെ സംബന്ധിച്ച് ഈ രേഖകളും മറ്റും ഹാജരാക്കിയാണെങ്കിൽ അവരുടെ പേര് വീണ്ടും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ 1.9 കോടി പേർക്ക് ഈ നോട്ടീസ് നൽകാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം ചില വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ബി ബാലഗോപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.